നാട്ടിൽ നിന്നും മാറി നിൽക്കുന്ന ഞങ്ങൾക്ക് ഏറ്റവും അധികം നേരിടേണ്ടി വരുന്ന ചോദ്യമാണ്, നാട് മിസ് ചെയ്യുന്നില്ലേ, വീട് മിസ് ചെയ്യുന്നില്ലേ, വീട്ടുകാരെ മിസ് ചെയ്യുന്നില്ലേ, എപ്പോഴാണ് നാട്ടിലോട്ട് എന്നൊക്കെ. നാടും വീടും വീട്ടുകാരെയും എല്ലാം മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഇൻറ്റൻസിറ്റി കുറയുന്നത് എപ്പോഴാണെന്നറിയോ? നാട്ടിലെ പോലെയും വീട്ടിലെ പോലെയും നമ്മളെ സ്നേഹിക്കാനും, നമ്മുടെ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കാനും, വിഷമിച്ചിരിക്കുമ്പോൾ എന്തു പറ്റിയെന്ന് ചോദിക്കാനും പറ്റുന്ന കുറച്ച് പേരുണ്ടാവുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളുടെ അടുത്തേക്കാണ് ഞങ്ങളിത് പോകുന്നത്. ഞങ്ങൾ എല്ലാ വീക്കെൻഡിലും എവിടെയെങ്കിലും വെച്ച് മീറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ഈ വീക്കെൻഡിന് ഞങ്ങൾ മീറ്റ് ചെയ്തത് അവരുടെ വീട്ടിൽ ചെന്നിട്ടാണ്. അതിനൊരു കാരണം കൂടിയുണ്ട്. അതെന്താണെന്നറിയോ? ദാ ഈ ഇരിക്കുന്ന കക്ഷിയാണ് അതിലെ പ്രധാന കാരണക്കാരൻ. അവരെല്ലാ വീക്കെൻഡിലും ഐശ്വര്യയും ചന്ദ്രുവിനെയും കാണണം. അപ്പം ഞങ്ങളും വിചാരിക്കും, ശരി, പിള്ളേരെന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ അതങ്ങ് നടത്തിയേക്കണം, അങ്ങനെ ആണല്ലോ. അങ്ങനെ ഞങ്ങളവിടെ ചെന്നു. ഒരുപാട് നേരം വർത്താനം പറഞ്ഞിരുന്നു. ലോകത്തുള്ള എല്ലാ വിഷയങ്ങളെപ്പറ്റിയും ഞങ്ങൾ ചർച്ച ചെയ്യും കേട്ടോ. നിർത്താതെ മഴ പെയ്യുന്ന കേരളവും വെന്തുരുകുന്ന ഗുജറാത്തും, അതാണ് ഞങ്ങളുടെ പ്രധാന വിഷയം. അങ്ങനെ ഒരുപാട് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. കുറച്ചു നേരം മലയാളം പറഞ്ഞിരുന്നപ്പോൾ മനസ്സിന് എന്തോ ഒരു സന്തോഷം.